Hi family, so welcome to yet another vlog of Joanne Vlogs. So if you are seeing my video for the first time, please do subscribe and like and share and comment below about the video. So inno nammade vlog is fully about fun with friends. Friends ആയിട്ട് നമ്മൾ occasionally മൂവി പോവാറുണ്ട് അല്ലേ, ഫുഡ് കഴിക്കാൻ പോവാറുണ്ട് നൈറ്റ് ആൻഡ് ഓൾ. സോ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ എ മൂവി ആൻഡ് ഓൾസോ ഫോർ ഹണ്ടിങ് ഫോർ ഫുഡ് അറ്റ് മിഡ് നൈറ്റ്. So stay tuned with the vlog and I hope you guys also see the movie and let me know the comment below. Albert first half എങ്ങനെയുണ്ടായി? ഞാൻ സെക്കൻഡ് ഹാഫ് ആയിട്ട് പറയാം. എങ്ങനെയുണ്ടായി? ഇരാ ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ടായി? എനിക്ക് മൂവി ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദി കമന്റ് ബോക്സ്. സോ മൂവി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വി ആർ ഗോയിങ് ഫോർ ദ നൈറ്റ് ഫുഡ്. ഓക്കെ, സോ സീ യു. സോ ഫുഡിൻ്റെ ഡിസ്കഷൻസിന് വേണ്ടിയിട്ട് വി നീഡ് ടു ഹാവ് എ സ്മോൾ മീറ്റിംഗ്. സോ ഞങ്ങൾ റോട്ടിൽ തന്നെയാണ്, മഞ്ഞപ്പുറ റോട്ടിൽ തന്നെയാണ്. ഈ മുഖം ഇപ്പൊ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയ ഫേസ് ആണെന്ന്. ഒരു മുടി, രണ്ട് മുടി, മൂന്ന് മുടി, നാല് മുടി, അഞ്ച് മുടി. ഫുഡ് അല്ല. ഓക്കെ, ഡിസ്കഷൻ പറ. നിങ്ങൾ ഡിസ്കഷൻ നടത്ത്. നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ തുറന്നിട്ടുണ്ടാവാം മിക്കവാറും കരാമറമ്പത്തുള്ള തട്ടുകട മാത്രം തോന്നുന്നു. എന്താണ് ആൽബർട്ടേടെ തപ്പണത്? കൊച്ചി രണ്ടൊന്നും കിട്ടിയില്ല. ഞാൻ കൊറേ ഡിസ്കഷൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും എടപ്പള്ളിയിലുള്ള സ്ട്രീറ്റ് സ്റ്റോർ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ദിസ് ടൈം. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് പലർക്കും പലതരത്തിലുള്ള ഭക്ഷണം ആയതുകൊണ്ട് അതിവിടെ കിട്ടുമോ അറിയില്ല. കിട്ടുമോ ഇല്ലോ എന്നുള്ളത് അകത്ത് പോയിട്ട് നമുക്ക് കാണാം. ഈ ഒരു ഹോട്ടലിൻ്റെ വൈബ് ഇസ് സോ ഡിഫറെൻറ്റ്. ഇറ്റ് ഈസ് ലൈക്ക് സോ ഹാപ്പനിങ് പ്ലേസ്. കുറേയൊക്കെ ബാംഗ്ലൂർ വൈബ് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. സോ ഇവിടെ എപ്പോഴും ഫുഡിൻ്റെ ഡിസ്കഷൻസ് ആയിരുന്നു. അതിനിടയിൽ ഞാൻ അവിടുത്തെ നേച്ചർ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാ ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വ്യൂ ആണ് കേട്ടോ. അട്ടാർ ആംബിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആയിരുന്നു. നീ ചെറിയ കുട്ടിയാണ്. പുട്ടും കുഴിയും പുട്ടും ബീഫ്. തലശ്ശേരി മുമ്പത്ത് കോമ്പോ, ഈ ഒരു കോമ്പോ ഇത് മാത്രമേ ഇങ്ങോട്ടേക്കുണ്ടോ? ആ പുട്ട് ബീഫ്. എടാ നിനക്കല്ലേ പുട്ടും പപ്പടം എന്ന് പറഞ്ഞത്? മെനുവിൽ എന്തൊക്കെയുണ്ട് ആൽബർട്ട് ചേട്ടാ? മെനുവിൽ എന്തൊക്കെയുണ്ട്? മെനു ഉണ്ടല്ലോ, വേറെ തിരിച്ചു വേണം. കണ്ണൂർ തട്ടോടെ കിട്ടുന്നത് കൂടെ കിട്ടും. ഇവിടുത്തെ കഴിച്ചിട്ട് എടുത്തപ്പോൾ എന്താ നിങ്ങൾക്ക് എന്നെ സോ നിങ്ങൾ വിചാരിച്ച പോലെ 1 മണിക്കൂറിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ വെറുതെ ഡിസ്കഷൻസ് നടത്തി കുറേ പൊട്ടാസൊക്കെ പൊട്ടിച്ച് തിരിച്ച് ആ കടയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. യെസ്, അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ട് കിരൺ പൊട്ടാസ് പൊട്ടിക്കുന്നുണ്ട്. ജസ്റ്റ് ടോയ് ഗൺ ഗൈസ്, ജസ്റ്റ് എ ടോയ് ഗൺ. അവിടുന്ന് ഞങ്ങൾ നെക്സ്റ്റ് കടയ്ക്കുള്ള ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ഇനി പാതിരാത്രിക്ക് എവിടെ നിന്നാണോ ഭക്ഷണം കഴിക്കാൻ പോണെന്ന് അറിയാൻ പാടില്ല. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്.
സോ അതിനിടയിൽ അപ്പുട്ടൻ പൊട്ടാസ് ഇടുന്നതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാണ്. ഇതിപ്പോൾ എല്ലാം പള്ളിപ്പെരുന്നാൾ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു ടോയ് ഗണ്ണാണ്. പിള്ളേർ ബി കെയർഫുൾ വെൻ യു ഗൈസ് യൂസ് ഇറ്റ്. സോ ഞങ്ങൾ അവിടെ നിന്ന് ക്വിക്കായിട്ട് തന്നെ മൂവ് ചെയ്ത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ തപ്പി നോക്കിയപ്പോൾ തമ്മനത്ത് ഒരു ഹോട്ടൽ ഉണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി. സോ വി തോട്ട് ഓക്കെ, അന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ എൻട്രോ ടു തമ്മനം. സോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തമ്മനത്തുള്ള ചില്ലാക്സ് റെസ്റ്റോറൻറ്റ് ആൻഡ് കോഫി ഷോപ്പിലാണ്. ഫ്രെഡ്സും ഉണ്ട്. സോ നമ്മൾ തേടി പിടിച്ച് എവിടെയെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ഫുഡ് കിട്ടുമോയെന്ന് അറിയില്ല. ലെറ്റ്സ് സീ. ഫുഡ് അടിപൊളിയായിരിക്കും എന്ന് വിശ്വസിച്ച് വി ആർ ഗോയിങ് ടു ഓർഡർ ദി ഫുഡ്. അന്താരാഷ്ട്ര ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും ആ ഹോട്ടലിൽ എന്താണോ കഴിക്കാനുള്ളത് അത് വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു. എന്ത് ചിക്കനാ ആൽബർട്ട് ചേട്ടാ? എന്ത് ചിക്കനത്? അഫ്ഗാനിയ ശരിക്കും? എല്ലാവർക്കും നല്ല അടാറ് വിശപ്പുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചിക്കനും പ്ലേറ്റിലിട്ടു. സോ അപ്പൂൻ്റെ കമൻസ് ആദ്യം കാണാം. എന്നാ താങ്ക് യു വേണ്ട കേട്ടോ. എങ്ങനെയുണ്ട് അപ്പു? അല്ല ഞങ്ങൾ ഓർഡർ ചെയ്തത് 2 അഫ്ഗാനി ചിക്കൻ പ്ലേറ്റ്, പിന്നെ കുറച്ച് റൊട്ടി, റുമാലി റൊട്ടി ഓൾറെഡി ആ ചിക്കൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ഷെസ്വാൻ ഫ്രൈഡ് റൈസ് വിച്ച് വാസ് ടു ഗുഡ്, കുറച്ച് സ്പൈസി ബട്ട് വെരി നൈസ്, പിന്നെ നോർമൽ ഫ്രൈഡ് റൈസ്. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടോ. ഫുഡിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഷെസ്വാൻ ഫ്രൈഡ് റൈസ് വാസ് മൈ ബെസ്റ്റ് ഫ്രൈഡ് റൈസ് ഐ വുഡ് ഹാവ് ട്രൈഡ്. പിന്നെ ചിക്കനും ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര ജ്യൂസി, ക്രീമി ചിക്കൻ എന്നൊക്കെ പറയില്ലേ, ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. സോ അതുകൊണ്ട് തന്നെ അധികം വീഡിയോ ഫുഡ് കഴിക്കണേന് എടുക്കാൻ എനിക്ക് ക്ഷമയുണ്ടായിരുന്നില്ല, കാരണം വി വർ ഓൾ ഹംഗ്രി. എത്രയും വേഗം ഒന്ന് വീട്ടിൽ പോയി ഉറങ്ങിയാൽ മതിയെന്നായി. സോ നമ്മുടെ മെയിൻ താരം വന്നു, ദാറ്റ് ഈസ് ലെമൺ ടീ. ഞാൻ നേരത്തെ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെമൺ ടീ അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ആള് സൂപ്പറായിട്ട് പറയും. ഫുഡ് എങ്ങനെയുണ്ടായി ചേച്ചി? അരുണും കൂടി സപ്പോർട്ട് ചെയ്ത് പറയും. കണ്ടില്ലേ അരുൺ ചേട്ടാ ഫുഡ്? ഹൗ വാസ് ദ ഫുഡ്? റിയലി അഫ്ഗാനി വാസ് റിയലി നൈസ്. ഹിര അടിപൊളി സാധനം, മൈനസ് തൊട്ടില്ല പോരെ. ഓക്കെ ആൽബർട്ട് ചേട്ടാ അപ്പൂന്റെ 499 ബിരിയാണിയാണ്. എമൗണ്ട് 2003 വന്നെങ്കിലും ഫുഡ് വാസ് ആക്ച്വലി വർത്ത് ഹാവിങ്. പക്ഷെ കട്ടൻ ആൻഡ് ടീ വാസ് ലിറ്റിൽ. സോ ഞങ്ങളുടെ കട്ടനടിയൊക്കെ കഴിഞ്ഞ് വൈബൊക്കെ അടിച്ച് കുറച്ച് ചില്ല് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഫണ്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ച്. സോ ദ ടൈം ഇസ് ഓൾമോസ്റ്റ് 2:38.
സോ പയ്യെ നമുക്ക് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. So until next time, see you in the next Joanne Vlogs. So if you guys like the video, definitely like, share and subscribe my channel. Bye bye.